അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുള്ള ആളും കാണാനും വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ആളും ആയിരിക്കും മാത്യു എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തതിനും നമുക്കൊരു ഒരുപാട് സംസാരിച്ചതിനും. നെക്സ്റ്റ് അപ്പ് ഫ്രം നെല്ലിക്കാമ്പോയിൽ മൈ പ്രൈഡാസ് എന്നുള്ള മൂവിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പേരിനെക്കാട്ടിലും ഒരൊറ്റ ഡയലോഗിൽ നമുക്ക് ആളെ പറയാൻ പറ്റും. ഏതാണ്? സജേട്ടാ, ഞാൻ വീണ്ടും പറയാണ്, റിസ്ക് ആണ്, പോരെ. ആരാണിത്? Let's invite Sharat Sir on the stage with a round of applause. കേട്ടോ, അവിടെ സേഫ് അല്ലേ? വേറെ ഒന്നുണ്ട് ടൊപ്പം ലോക കണ്ടോ? കണ്ടോ? ഞങ്ങളിപ്പോ ശിവാംഗി എന്നെ ഭയങ്കര ഇൻട്രൊഡ്യൂസ് ചെയ്ത ശിവാംഗി നിങ്ങളുടെ ശിവാനി സോറി സോറി ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. കൊച്ചായിരിക്കും ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ട സമയത്ത് ആദ്യം ആരെന്നെ നോക്കി ചിരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ നമ്മള് മറവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൽ നമ്മൾ ഒരുമിച്ച് അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. ഓക്കെ, നെല്ലിക്കാമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയെ നിങ്ങളോട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ 10-ാം തീയതി, അടുത്ത മാസം 10-ാം തീയതി ഞങ്ങളുടെ പടം തിയേറ്ററുകളിൽ എത്തുകയാണ്. അത് നിങ്ങളുടെ ഈ മനോഹരമായ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പടം കാണാനുള്ള പറ്റിയ ജോണർ ഏതാ? കോമഡി, റൊമാൻസ്, പിന്നെ ആക്ഷൻ, പിന്നെ ഹൊറർ. ഏറെക്കുറെ ഈ ജോണറുകളെല്ലാം ഞങ്ങളുടെ പടത്തിലുണ്ട് കേട്ടോ. അതെ, ഫൈറ്റ് ഉണ്ട്, ഹൊററുണ്ട്, കോമഡി ഉണ്ട്, അങ്ങനെ പിന്നെ ഒരു 5-6 പാട്ടുകളും ഉണ്ട്. അപ്പൊ ഈ വരും ദിവസങ്ങളിലായിട്ട് ഞങ്ങളുടെ പാട്ടുകളും ട്രെയിലറൊക്കെ യൂട്യൂബിൽ വരും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? കമന്റും കൂടെ ചെയ്യണേ. കമന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞ ശക്തി സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വേറെയും കോളേജുകളിൽ പോകുന്നുണ്ട്, അറിയാലോ ഏത് കോളേജാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഒന്ന് പ്രോപ്പർ ആയിട്ട് നമ്മുടെ യൂസിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പറയാം പ്ലീസ്. കേട്ടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പോഴേ പറഞ്ഞുകൂടാ സേഫ് അല്ല എന്ന്. താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം പ്ലീസ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയന് പറഞ്ഞു ലോക്കയിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഡയലോഗ് പറയാതെ കൂടി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പേടിപ്പിക്കുന്ന ആളാണെങ്കിൽ ചിരിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് പേടിപ്പിക്കാൻ പറ്റാന്നുള്ളത് ഒരു ആക്ടറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അത് ശിവാനി ഭയങ്കര ബെസ്റ്റ് ആണ്. കാരണം എനിക്കറിയില്ല, എനിക്ക് പേര് മാത്രം കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് കണ്ടപ്പോൾ എനിക്കറിയാലോ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനമുള്ളൊരു നിമിഷമാണ് ഈ ദിവസം. മറ്റൊന്നുമല്ല, എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് സൈനുദ്ദീൻ എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ്റെ മകനായിട്ടാണ്. ആ വലിയൊരു കലാകാരൻ പഠിച്ചിരുന്നൊരു കോളേജായിരുന്നു ഈ UC കോളേജ്. എൻ്റെ വാപ്പ പഠിച്ച കോളേജാണ് UC കോളേജ്. അതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അപ്പോൾ അന്നും ഡാഡി ഈ സ്റ്റേജിലൊക്കെ വന്ന് മിമിക്രി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പിൻഗാമിയായി ഞാനായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു മിമിക്രി നമ്പർ ഒന്ന് കാണാൻ, അല്ലേ? എങ്ങനെ? അപ്പൊ ഇന്നലത്തെ ബിഗ് ബോസ് എല്ലാവരും കണ്ടായിരുന്നു? കണ്ണടച്ച് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അടുത്ത മാസം ഒക്ടോബർ 10-ാം തീയതി ഞങ്ങളുടെ നെല്ലിക്കാമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് ഇറങ്ങാൻ പോകണം. എല്ലാവരും UC കോളേജിലുള്ള എല്ലാവരും വന്ന് പടം കണ്ട് വിജയിക്കണം. ഞാൻ പറയാം, നീ മിണ്ടരുത്. അതൊരു കാര്യം പറയണ്ട, ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്. നീ ചുമ്മാ ഒരു മിസൈൽ, അത് മിസൈലല്ല, അത് ജിസൈലൻ. എന്ത് പ്രശ്നം? ഞാൻ എന്ന് മുട്ടയെടുത്ത കാര്യം എന്റെ ഒന്നുമില്ല, വേറെ കാര്യം നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ പിള്ളേരുടെ വീട്ടിൽ എനിക്ക് മുട്ട പൊഴിഞ്ഞോട്ടോ അപ്പുറത്തെ വീട്ടിൽ. അങ്ങനെ മുട്ട എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. എല്ലാവരും കാണണം. ഇത് ജസ്റ്റ്
ഒന്ന് ചെയ്തു നോക്കിയതുള്ളൂ. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്തായാലും പടം ഇഷ്ടപ്പെടും. അപ്പൊ ഒക്ടോബർ 10 നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് വന്ന് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഫെബ്രുവരി ഈ സ്റ്റേജിൽ നടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂസി കോളേജ് ഇസ് ടോട്ടലി ബ്ലെസ്ഡ് ടു സീ ദാറ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കട്ടെ. കുറിച്ചിട്ട് എനിക്ക് ആ മൂവിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനെക്കാൾ ഉപരി പറയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാനും ഉള്ള ഒരാളായിരിക്കും ആ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നെക്സ്റ്റ് ഓൺ ടു ദി സ്റ്റേജ് ഐ ലൈക്ക് ടു വെൽക്കം നൗഫൽ അബ്ദുള്ള, ഡയറക്ടർ ഓഫ് ദ മൂവി. നമുക്ക് മൂവിയുടെ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് പ്ലീസ് സർ. താങ്ക് യു. യൂണിയൻ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ടീമിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എൻ്റെ ആദ്യത്തെ സംവിധാനമാണിത്. എന്നുവെച്ചൊരു സുപ്രഭാതത്തിലൊന്നും പെട്ടെന്ന് സംവിധാനം ചെയ്യല്ല. അതിൻ്റെ പുറകിലൊരു 10-18 വർഷത്തെ സ്റ്റോറി ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഞാൻ ഇത്ര വർഷങ്ങൾ എടുത്തു എന്നല്ല. ഞാൻ നിങ്ങൾ എല്ലാവരും കണ്ട് വിജയമാക്കിയ കുറേ സിനിമകളുടെ എഡിറ്ററാണ്. സുഡാനി ഫ്രം നൈജീരിയ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഗ്രേറ്റ് ഫാദർ, കപ്പേള, എൻ്റെ ആദ്യത്തെ സിനിമ അണ്ടരാകരിക്കുമ്പോഴായിരുന്നു. അതുപോലെ മാത്യു നെസ്ലൻ, കോമ്പലണ്ട, നെയ്മർ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. സംവിധാനം എന്നുള്ള ഒരു ആഗ്രഹം കയറിയിട്ട് കുറേ വർഷങ്ങളായി. സിനിമയോട് ആദ്യം മുതൽ ആഗ്രഹം അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ല ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് കിട്ടി. അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആരെയും നിരാശപ്പെടുത്താത്തൊരു സിനിമയായിരിക്കും. സഭ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻ ചെയ്യിപ്പിക്കാവുന്ന എല്ലാം പാക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് എൻ്റെ വാക്കാണ്, ആരെയും നിരാശപ്പെടുത്തില്ല. ഞങ്ങളിവിടെ വെറുതെ വന്നു, ഈ ഇവൻ്റ് അറ്റൻഡ് ചെയ്തു, പോയി എന്നുള്ളതല്ലാതെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സിനിമ കാണണം, ഉറപ്പായിട്ടും കാണണം. അതൊരു വൻ വിജയമാക്കി തരണം. താങ്ക് യു സോ മച്ച്. ഒക്ടോബർ 10 യൂസി കോളേജ് മുഴുവൻ തിയേറ്ററിൽ ഉണ്ടാവും. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. യൂസിയുടെ പവറോടെ നല്ലൊരു കൈഡി പ്ലീസ്. നമ്മുടെ യൂസി കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റുമുട്ടൽ എടുത്തു പറഞ്ഞൊരു വാക്കാണ് കലാലയം. കലാലയം എന്ന് പറഞ്ഞാൽ കലയുടെ ആലയമാണ്. ശരിക്കും യൂസി കോളേജിനെ നമുക്ക് എണ്ണി പറയാൻ കലയുടെ ആലയം തന്നെയാണ്. അതിന് ഏറ്റവും വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ആർട്സ് ക്ലബ്. നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷൻ ആണ് നമുക്ക് അടുത്തായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ മൂവിയിലെ ബ്യൂട്ടിഫുൾ കാസ്റ്റ്, ദ മോസ്റ്റ് ഗോർജിയസ് മീനാക്ഷി ചേച്ചി പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് യൂസി കോളേജിൽ വരുന്നത്. വാഴ മൂവിയുടെ പ്രൊമോഷൻ്റെ ടൈമിൽ എനിക്ക് വരാൻ പറ്റിയില്ല. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. അതിനു മുന്നാണ് ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ് ആയിട്ട് ഞാൻ അറിയിക്കുകയാണ്. ആക്ച്വലി ഈ കോളേജിൽ ഇപ്പം ഞാൻ കുസാറ്റിലാണ് പഠിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ ആർട്സും കൾച്ചറൽ ഇവൻറ്റ്സും ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആർട്സിൻ്റെ പരിപാടികളൊക്കെ അല്ലേ? അപ്പോൾ ഇത് ഈ വർഷം ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളുടെ പടം നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ 10 റിലീസാവുകയാണ്. ഹൊറർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, മിസ്റ്ററി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു നല്ല പടമായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊക്കെ അറിയിക്കുമോ? പോയി കാണുമോ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഒരു രസമാണല്ലേ. എനിക്ക് തോന്നുന്നു ഞാനൊരു ശിവാനിനോടൊക്കെ ആളാരോ നമ്മളിങ്ങനെ എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും വാഴയിലുള്ള ആളെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പം എനിക്ക് തോന്നുന്നു അഫ്കോഴ്സ് നമ്മളെല്ലാവരും വാഴ എന്ന് പറയുമ്പോൾ ഒരു ഫാദർ സൺ ബോണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ അതിലുപരി എനിക്ക് തോന്നുന്നു ആക്ട്രസുകളാകുമ്പോൾ ആ ക്യൂട്ട് ഗേളെന്ന് എല്ലാവരും ഡെഫിനറ്റ്ലി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എന്താ പറയുക, കൺവെൻഷണൽ സംഭവങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബൈക്കിലൊക്കെ ചെന്നിട്ട് ഡാഷിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസിലേക്ക് ഇരിക്കുന്ന ആ ഗേൾ ആരാന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ആൾ വന്നിരിക്കുകയാണ് നമ്മുടെ ആർട്സ് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇനാഗ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര വിലായിട്ടായിട്ട് സംസാരിച്ചതിന് ഒരുപാട് താങ്ക് യു. അടുത്തതായിട്ട് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കോളേജിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 5ാം സ്ഥാനമുണ്ട്. കഴിഞ്ഞ പോലെ അതിലൊരു റെക്കോർഡ്
ഇതാണ് റെക്കോർഡ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ കോളേജിൽ ഗ്രൂപ്പ് ഐറ്റംസിന്റെ എണ്ണത്തിന്റെ അത്രയും ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇല്ല. സ്റ്റുഡൻസ് അതെന്തായാലും കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ ഇത് അതിനുള്ളൊരു തുടക്കമാണ്. നമ്മുടെ ഇനി ബാക്കി ഭാവിയിൽ ഒരുപാട് പരിപാടികൾ ആർട്സിനെ സംബന്ധിച്ച് വരും. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നെല്ലിക്കമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒക്ടോബർ 10 റിലീസുള്ള മൂവിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ മൂവിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ടീസർ ആയാലും അതിലെ സോങ്സ് ആയാലും അല്ലേ, ഹിറ്റായിട്ടുള്ള സോങ്സ് എടുക്കുക, കേൾക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഈ ആൾക്കാരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയുടെ 2 സോങ്സ് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. അത് കേൾക്കാൻ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. October 10 കാണാനും വേണ്ടിയിട്ട് മ്യൂസിക് കോളേജ് തിയേറ്റേഴ്സ് യെസ് ഓർ നോ? ഒരു യെസ് പറയോ? അപ്പോൾ നമ്മൾ ഉഷാറായിട്ടുള്ള സോങ്സ് കേട്ടു. ഇനി കുറച്ചുകൂടി രസം കൂട്ടാനും വേണ്ടിയിട്ട് ഈ സെയിം സോങ്സിന് നമ്മുടെ ഗസ്റ്റ് ഓഫ് ടുഡേ ഡാൻസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? You guys want to see that? നിങ്ങൾക്ക് കാണണ്ടേ അവർ ഡാൻസ് കളിക്കുന്നത്? അവർ ഐക്കോണിക് സ്റ്റെപ്സ് യൂസ് ചെയ്ത് പ്ലീസ് കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു.